ഒരു രാജ്യത്തെ ജനം ജനിച്ചതു മുതൽ സമാധാനത്തിനും നല്ല ജീവിതത്തിനുമായി ലോകത്തോട് നിരന്തരം ചോദിക്കേണ്ടി വരിക. അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ ദുരവസ്ഥ മാറ്റമില്ലാതെ തുടരുക. പറഞ്ഞു വരുന്നത് ഗസയിൽ ഫലസ്തീനികൾക്കെതിരായ വംശഹത്യ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന ദുരവസ്ഥയെക്കുറിച്ചാണ്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്ന് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിലെത്തിയിട്ടും ഗസയിലെ മനുഷ്യർ അതിഭീകരമായ സാഹചര്യത്തിലൂടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്നാണ് വർസൻ ലോകത്തോട് പറഞ്ഞു വെക്കുന്നത്. അനറ്റോലിയ ഡിപ്ലോമസി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്ന അവർ സ്വന്തം ജനതയ്ക്ക് നഷ്ടപ്പെട്ട അവകാശത്തെ കൂടിയാണ് ചോദിക്കുന്നത്. ഷർമുൽ ഷെയ്ഖ് കരാർ പ്രാബല്യത്തിലെത്തിയിട്ട് 5 മാസം ആയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന് പറയുമ്പോഴും ദുരിതബാധിതരായ ജനങ്ങളെയും വേദന നിന്ന് കഴിയുന്ന കുടുംബങ്ങളെയും അല്ലാതെ ഗസയിൽ കാണാനാകില്ല എന്നതാണ് വസ്തുത. ആക്രമണം തുടരുന്നു, മരണങ്ങൾ വർദ്ധിക്കുന്നു, പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. സുഗമമായ രീതിയിൽ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിയന്തരമായി സഹായം എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് മന്ത്രി പറയുന്നത്. വെള്ളപ്പൊക്കവും വൃത്തിഹീനമായ സാഹചര്യവും മൂലം പ്രയാസപ്പെട്ട് ടെന്റുകളിൽ കഴിയുന്ന എണ്ണമറ്റ ജീവിതങ്ങളെക്കുറിച്ചും അവർ വിശദീകരിക്കുകയുണ്ടായി. വിശപ്പടക്കാൻ മതിയായ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന ഗസയിലെ ഫലസ്തീനികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പഠനങ്ങളും ഗവേഷണങ്ങളും മുൻനിർത്തിയായിരുന്നു അവരുടെ പ്രസംഗം. അതായത്, നമ്മൾ ലോകം മുഴുവൻ കണ്ടിട്ടും എന്തേ എന്ന ചോദ്യം കൂടിയാണത്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ വംശഹത്യ നീണ്ട 2 വർഷത്തിനു ശേഷമാണ് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. ആക്രമണങ്ങളിൽ 72,340-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഏകദേശം 1,72,250 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലാണെന്നതാണ് വസ്തുത. ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ 90% തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഫലസ്തീൻ വിദേശകാര്യമന്ത്രിയുടെ ഈ ചോദ്യം എന്നതും പ്രസക്തമാണ്. ഗസയിൽ അടിയന്തരമായ സഹായങ്ങൾ എത്തിക്കാൻ ഇനിയും കാലതാമസം നേരിടുന്നത് എന്താണ്? എപ്പോഴാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഞങ്ങളിലേക്ക് എത്തിച്ചേരുക? ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് ഗസയിലെ പാവങ്ങളിലേക്ക് എത്തുക? ഈ ചോദ്യങ്ങൾ മുഴുവൻ ലോകരാജ്യങ്ങളോടുള്ളത് തന്നെയാണ്. ഒന്നുറപ്പിച്ചു പറയാം, കാലങ്ങളായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂര വംശഹത്യയുടെ തീരാരോധനമാണ് ഇന്ന് ഗസയിൽ നടക്കുന്നത്. അത് കണ്ടില്ലെന്നു നടിക്കുന്നത് യുദ്ധക്കുറ്റങ്ങളിൽ ഏർപ്പെടുന്നതിന് തുല്യമാണ്. ഇത് ഇസ്രായേൽ അധിനിവേശം വരുത്തിവെച്ച മഹാമാരി തന്നെയാണ്.